നമസ്കാരം. കുവൈറ്റ് ജനത്തിൻ്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദൂരെ അറബിക്കടലിൻ്റെ തീരങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ തീരങ്ങളിൽ വരെ കാലത്തിൻ്റെ പല ഇടവേളകളിലും രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സ്നേഹവും സഹകരണവുമുള്ള ബന്ധം നിർമ്മിച്ചിരിക്കുന്നു. 1000 സ്മരണകൾ നിറഞ്ഞ ഈ 250 വർഷങ്ങൾക്കാണ് ഇന്ന് നമുക്ക് സാക്ഷ്യം വഹിക്കാനാകുന്നത്. ഇന്ത്യ കുവൈറ്റ് സൗഹൃദത്തിൻ്റെ സുപ്രധാന സാംസ്കാരിക അടയാളപ്പെടുത്തലുകളുമായി ഒരു പ്രദർശനം റിഹ്ല ഇ ദോസ്തി എന്ന പേരിൽ കുവൈറ്റ് നാഷണൽ ലൈബ്രറിയിൽ സംഘടിപ്പിച്ച പ്രദർശനം നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് 2 നൂറ്റാണ്ട് മുൻപത്തെ അത്ഭുതകരമായ കാഴ്ചകളിലേക്കാണ്. ൽ കുവൈറ്റിൻ്റെ ആദ്യ കപ്പൽ ഇന്ത്യയുടെ തുറമുഖങ്ങളിലേക്ക് എത്തിയത് സൗഹൃദത്തിൻ്റെ ആദ്യ കണികയായിരുന്നു. ഇന്ന് അതേ ബന്ധം കാലത്തെ കടന്ന് പുതിയ തലങ്ങളിലേക്ക് ഉയരുകയാണ്. ഇത് വ്യാവസായിക ബന്ധം മാത്രമായിരുന്നില്ല, മനുഷ്യബന്ധങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കൂടിച്ചേരലായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള മരങ്ങളും കശുവണ്ടിയും ഭക്ഷ്യവസ്തുക്കളും കുവൈറ്റിലേക്കും, കുവൈറ്റിൽ നിന്നുള്ള ഈന്തപ്പഴം, മുത്തുകൾ ഇന്ത്യയിലേക്കും എത്തി. ഈ ബന്ധം വ്യാപാര ബന്ധം മാത്രമായിരുന്നില്ല, ഇരു ജനതകളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ വളർച്ച കൂടിയായിരുന്നു. *250 വർഷത്തെ ഈ അമൂല്യ ബന്ധം അനുസ്മരിപ്പിക്കുന്നതിനായി കുവൈറ്റ് നാഷണൽ ലൈബ്രറിയിൽ റിഹ്ല ഇ ദോസ്തി എന്ന പ്രത്യേക പ്രദർശനത്തിന് തിരിതെളിഞ്ഞു. കുവൈറ്റ് നാഷണൽ കൗൺസിൽ ഫോർ കൾച്ചർ, ഇന്ത്യൻ എംബസി, നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ ഏവരും ചേർന്നാണ് ഈ സ്മൃതിക്കാഴ്ച സൃഷ്ടിച്ചത്.
ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള സൗഹൃദം ലോകത്ത് തന്നെ വ്യത്യസ്തമാക്കുന്ന ഒരു മാതൃകയാണ്. സംസ്കാരങ്ങളും ചരിത്രവും പരസ്പരം ചേർന്ന് ചിന്തിക്കുമ്പോഴാണ് അതിനെ ശക്തമാക്കുന്നത്. I'm very happy to tell you that around 15 to 20 schools will be visiting over the next 3-4 days. Around 2,000 to 3,000 students are confirmed to visit this exhibition, and this is a small way of putting our history together, because history has lessons for the future. ഭരണ നേതൃത്വങ്ങളുടെ കാഴ്ചപ്പാടുകൾ, ഉപഹാരങ്ങൾ, കപ്പലുകൾക്കിടയിലെ കരാറുകൾ, ഇവ ഓരോന്നും ഈ പ്രദർശനത്തിൽ പകർന്നു നൽകുന്നത് ഇരു രാജ്യങ്ങളുടെയും ആഴമേറിയ സൗഹൃദത്തെയാണ്. റിഹില ഈ ദോസ്തി ഇതൊരു പ്രദർശനം മാത്രമല്ല, അടുത്ത ഘട്ടത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ്. രണ്ടു രാഷ്ട്രങ്ങൾക്കിടയിലെ സ്നേഹപൂർണമായ ചരിത്രത്തിൻ്റെ ജീവമന്ത്രം. കുവൈറ്റിലെ മുൻനിര റീറ്റെയിൽ സ്ഥാപനമായ ഗ്രാൻഡ് ഹൈപ്പറിന്റെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു. സൽവയിൽ ബ്ലോക്ക് 5-ലാണ് വിപുലമായ സൗകര്യങ്ങളോടുകൂടി ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നടന്നത്. സൽവയിൽ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചതോടെ ഗ്രാൻഡ് ഹൈപ്പറിന്റെ രാജ്യത്തെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം 45ആയി. തിരക്കേറിയ സൽവ ബ്ലോക്ക് 5-ലെ പുതിയ ഔട്ട്ലെറ്റിൽ സ്വദേശികൾക്കും വിദേശികൾക്കും വസ്തുക്കൾ തിരഞ്ഞെടുക്കുവാനും പാർക്കിങ്ങിനും വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നിത്യോപയോഗ വസ്തുക്കൾ, പഴങ്ങൾ, പച്ചക്കറികൾ, മധുര ഇനങ്ങൾ തുടങ്ങി കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും അനിവാര്യമായ ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ നിന്നും ലഭ്യമാണ്. ഷെയ്ഖ് ദാവൂദ് സൽമാൻ അസബ, ഗ്രാൻഡ് ഹൈപ്പർ കുവൈറ്റ് ചെയർമാൻ ജാസി മുഹമ്മദ് ഖമീസ് അൽ ഷറാഫ് എന്നിവർ ചേർന്ന് ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. റീജൻസി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട്, ഗ്രാൻഡ് ഹൈപ്പർ കുവൈറ്റ് റീജിയണൽ ഡയറക്ടർ അയൂബ് കച്ചേരി, സിഇഒ മുഹമ്മദ് സുനീർ, DRO തഹസിർ അലി, COO മുഹമ്മദ് അസ്ലം ചേലാട്ട്, ലാംകോ ഡയറക്ടർ അമാനുള്ള സാദ്, മുഹമ്മദ് സാദ് അൽ ഹമദ, സാലിം സാദ് സൽമാൻ അൽ ഹമദ, മറ്റ് മുതിർന്ന മാനേജ്മെന്റ് പ്രതിനിധികൾ, അഭ്യുദയാകാംക്ഷികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഭാരതീയ പ്രവാസി പരിഷത്ത് കുവൈറ്റ് അബ്ബാസി ഏരിയ കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി സവിനയ്, ജനറൽ സെക്രട്ടറിയായി മോഹനകുമാർ, ട്രഷററായി ടിജിത് ചിറക്കലും ചുമതലയേറ്റു. വൈസ് പ്രസിഡന്റുമാരായി ജയകുമാർ, വിനയൻ എന്നിവരും ജിനേഷ് ജി, അനീഷ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായി തെരഞ്ഞെടുത്തു. ആംസ് ഫോർ യു ഫാം നൈറ്റ് സംഘടിപ്പിച്ചു. വിജ്ഞാനവും വിനോദവും സമന്വയിപ്പിച്ചുകൊണ്ട് നടന്ന പരിപാടിയിൽ അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു.
പ്രകൃതിയെ ആസ്പദമാക്കി നടത്തിയ വിവിധ പരിപാടികൾ, ഗെയിമുകൾ എന്നിവ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആകർഷകമായിരുന്നു. വട്ടിയൂർക്കാവ് കൃഷ്ണകുമാർ അവതരിപ്പിച്ച ഏകാംഗ നാടകം, അധ്യാപിക ദീപ രാജേഷിന്റെ വിവിധ വിഷയങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രഭാഷണങ്ങൾ, പ്രശ്നോത്തരി സെഷനുകളും രക്ഷിതാക്കളിലും വിദ്യാർത്ഥികളിലും വലിയ സ്വാധീനം ചെലുത്തി. സാമൂഹ്യബോധവും പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്ത ബോധവും വളർത്തുന്ന പരിപാടികളിലൂടെ ഫാംസ് ഫോർ യു 2025 ഫാം നൈറ്റ് സാമൂഹ്യ ദൗത്യബോധം ഉണർത്തുന്ന പരിപാടിയായി മാറിയെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു. ഖത്താറിലെ ഫിൻടെക് സ്ഥാപനമായ പെലേറ്റർ കമ്പനിയിൽ ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സിന്റെ നിക്ഷേപ വിഭാഗമായ ലുലു AI നിക്ഷേപം നടത്തി. ഖത്തറിലെ സാമ്പത്തിക മേഖലയിലേക്ക് ലുലു AI നടത്തുന്ന ആദ്യ നിക്ഷേപമാണിത്. ലുലു AI വെറും നിക്ഷേപ പോർട്ട്ഫോളിയോ മാത്രമല്ല, സാമ്പത്തിക സേവനങ്ങളിലൂടെ ഭാവി രൂപപ്പെടുത്തുകയാണെന്ന് ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ് പറഞ്ഞു. മുഖങ്ങൾ പെയ്തു നിറയ്ക്കുന്ന കലാസംഗമം. ഇന്റർനാഷണൽ ആർട്ട് സ്പേസ് കുവൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വാട്ടർ കളർ പോർട്രേറ്റ് വർക്ക്ഷോപ്പ് ശ്രദ്ധേയമായി. ഒട്ടേറെ കലാകാരന്മാരാണ് വാട്ടർ കളറിന്റെ പുതുനിറങ്ങളിൽ കയ്യൊപ്പിട്ടത്. കലയുടെയും സൃഷ്ടിയുടെയും ലോകത്തിൽ പ്രത്യേകതകൾ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇന്റർനാഷണൽ ആർട്ട് സ്പേസ് ഒരു വാട്ടർ കളർ പോർട്രേറ്റ് വർക്ക്ഷോപ്പ് വിജയകരമായി സംഘടിപ്പിച്ചത്. കുവൈറ്റിലെ കലാസ്നേഹികളെയും ചിത്രകാരന്മാരെയും ആകർഷിപ്പിച്ച ഈ വർക്ക്ഷോപ്പ് പ്രശസ്ത ആർട്ടിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ആഴത്തിലുള്ള പഠനാനുഭവം നൽകാൻ സഹായിച്ചു. വർക്ക്ഷോപ്പിൽ പങ്കെടുത്തവർക്ക് വാട്ടർ കളർ മീഡിയത്തിന്റെ സാങ്കേതികതകളും മുഖം വരച്ചെടുക്കുവാനുള്ള വൈദഗ്ധ്യങ്ങളും പരിചയപ്പെടുത്തി കൊടുത്തു. ഒട്ടേറെ പേരാണ് ഈ അവസരം മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തിയത്. ആർട്ടിസ്റ്റ് റിനു ശോഭാസ് ക്ലാസുകൾ എടുത്തു. ചിത്രകലയുടെ പ്രസക്തിയും വിവിധ കലാകാരന്മാരുടെ വ്യത്യസ്തമായ ശൈലികളും അറിവുകളും സാങ്കേതികമായ നുറുങ്ങു വിദ്യകളും മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ചിത്രകലാ ക്യാമ്പുകളും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിക്കുന്നതെന്ന് ഇനാസ് ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സംഘടനാ ഭാരവാഹികൾ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പോർട്രേറ്റ് വർക്ക്ഷോപ്പിന് ആർട്ടിസ്റ്റുമാരായ ശ്രീകുമാർ വല്ലന സ്വാഗതവും സുനിൽ കുളനട വിഷയ വിശദീകരണവും ഹരി ചെങ്ങന്നൂർ നന്ദിയും അറിയിച്ചു. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ 9ാമത് ഫാർമസി സാൽമിയയിലെ ടെറസ് മാളിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. തങ്ങളുടെ ഫാർമസി ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി എല്ലാ മരുന്നുകൾക്കും ഹോം ഡെലിവറി സേവനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും ഓൺലൈൻ ഓർഡറുകളിൽ പ്രത്യേകിച്ച് ക്യാഷ് ബാക്ക് ഓഫറുകളും നേടാൻ കഴിയുമെന്നും മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് CEO മുസ്തഫ ഹംസ പറഞ്ഞു. അടുത്തതൊരു ഹൃദയസ്പർശിയായ വാർത്തയാണ്. മംഗഫ് അഗ്നിബാധയിൽ മരണപ്പെട്ട 49 ജീവനക്കാർക്ക് ആദരാഞ്ജലിയായി 49 കുടുംബങ്ങൾക്ക് NBTCയുടെ വാക്കിന്റെ വില. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് തുകയായ 17 കോടി രൂപ കൈമാറിയതായി NBTC ഗ്രൂപ്പ് അറിയിച്ചു. മംഗഫിലുണ്ടായ അഗ്നിബാധയിൽ ജീവൻ നഷ്ടമായ 49 NBTC ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് 48 മാസത്തിന് തുല്യമായ 6000 കുവൈറ്റ് ദിനാർ, ഏകദേശം 17 കോടി രൂപ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് തുകയായി NBTC ഗ്രൂപ്പ് കൈമാറി. ഇൻഷുറൻസ് പരിരക്ഷ നിയമപരമായ നിർബന്ധമല്ലെങ്കിലും കുവൈറ്റ്, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലായി മുഴുവൻ NBTC ജീവനക്കാർക്കും കമ്പനി പ്രത്യേകം നൽകുന്ന സുരക്ഷാ പദ്ധതിയാണ് ഈ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് എന്ന് ചടങ്ങിൽ സംസാരിച്ച NBTC മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം പറഞ്ഞു. ഈ ദുരന്തത്തിൽ നിന്ന് നമ്മൾ ഇനിയും മോചിതരായിട്ടില്ല. ജീവൻ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയുടെയും കുടുംബം NBTCയുടെ ഭാഗമാണ്. അവരുടെ ജീവിതത്തിലെ ദുരിതഘട്ടങ്ങളിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്നും ചടങ്ങിൽ KG എബ്രഹാം പറഞ്ഞു. NBTC കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ഇൻഷുറൻസ് തുക മരിച്ച ജീവനക്കാരുടെ നിയമപരമായ അവകാശികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറി. ചടങ്ങിൽ ഇന്ത്യൻ എംബസിയുടെ പ്രതിനിധികൾ, ലുലു എക്സ്ചേഞ്ച് ഗ്രൂപ്പ്, ഗൾഫ് ഇൻഷുറൻസ് ഗ്രൂപ്പ്, NBTC മാനേജ്മെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബസമേതമായി ഇന്ത്യയിലെ ഈ ദുരിതബാധിത കുടുംബങ്ങളെ നേരിട്ട് സന്ദർശിക്കും. ഇതിനായി കമ്പനി പ്രതിനിധികൾ തയ്യാറെടുക്കുന്നതായി അധികൃതർ അറിയിച്ചു. പ്രതീക്ഷ ഇന്ത്യൻ അസോസിയേഷൻ കുവൈറ്റ് ഹവല്ലി യൂണിറ്റ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. യൂണിറ്റ് കൺവീനർ ഷിനോ ബിജു, സെക്രട്ടറി ശാന്തി സജി, ട്രഷറർ ജോളി സണ്ണി എന്നിവരെ തെരഞ്ഞെടുത്തു. ജോയിന്റ് കൺവീനർ ഉഷാരാമൻ, ജോയിന്റ് സെക്രട്ടറി വിൻസെന്റ് റോഷൻ, ജോയിന്റ് ട്രഷറർ അമ്പിളി ഗോപാലകൃഷ്ണൻ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. ഭാരതീയ പ്രവാസി പരിഷത്ത് ഫാഹിൽ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിറ്റി ക്ലിനിക്കുമായി സഹകരിച്ച് ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പരിശോധനയും ആരോഗ്യ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് തന്നെ വിജയകരമായിരുന്നു. ഫാഹേലേരിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേരാണ് ആരോഗ്യ പരിശോധന നടത്തിയത്. വിവിധ വിഭാഗങ്ങളിലുള്ള വിദഗ്ധരായ ഡോക്ടർമാരും നഴ്സുമാരും ക്യാമ്പിൽ പങ്കെടുത്ത് നിർദ്ദേശങ്ങൾ നൽകി. BPP വൈസ് പ്രസിഡന്റ് സമ്പത്ത് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഹരി ബാലരാമപുരം, സെൻട്രൽ ഭാരവാഹികളെ രശ്മി നവീൻ, RJ രാജേഷ്, ബിശ്വരഞ്ജൻ സാഹു, ഏരിയ വൈസ് പ്രസിഡന്റ് ബാലമുരുകൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഏരിയ ജനറൽ സെക്രട്ടറി രാജേഷ് തിരുവോണം ക്ലിനിക് മാനേജിംഗ് ഡയറക്ടർ സതീഷിന് മൊമെന്റോ നൽകി. മാനേജർ കിരൺ, ഡോക്ടർ നജീബ് എന്നിവർ
എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആർട്സ് സെക്രട്ടറി വിനോദ് പന്തർ നയിച്ച പരിപാടി ഏരിയ പ്രസിഡന്റ് രജീഷ് സോദവും സുലേബിയ ക്യാമ്പ് കോർഡിനേറ്റർ പ്രസന്നൻ നന്ദിയും പറഞ്ഞു. അന്താരാഷ്ട്ര നഴ്സസ് ഡേയുടെ ഭാഗമായി നഴ്സുമാരുടെ സംഘടനയായ നൈറ്റിംഗേൽസ് ഓഫ് കുവൈറ്റ് സംഘടിപ്പിച്ച ആഘോഷം വലിയ ആവേശത്തോടെയും പങ്കാളിത്തത്തോടെയും നടന്നു. വിവിധ സാംസ്കാരിക പരിപാടികളും നഴ്സുമാരെ ആദരിക്കുന്ന ചടങ്ങുകളും ആഘോഷത്തിന്റെ ഭാഗമായി. ആരോഗ്യമേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന നഴ്സുമാരുടെ സമർപ്പണവും കരുത്തുമാണ് ഈ ആഘോഷത്തിന് പ്രാധാന്യം നൽകിയത്. നൈറ്റിംഗേൽസ് ഗാല 2025 എന്ന പേരിൽ നടന്ന അന്താരാഷ്ട്ര നഴ്സസ് ദിനാഘോഷം ജനപങ്കാളിത്തം കൊണ്ട് തന്നെ ശ്രദ്ധേയമായിരുന്നു. പ്രസിഡന്റ് സിറിൽ ബി മാത്യു അധ്യക്ഷത വഹിച്ച സാംസ്കാരിക ചടങ്ങ് ചലച്ചിത്ര നടി രമ്യ നമ്പീശൻ നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ട്രീസ എബ്രഹാം സ്വാഗതം ആശംസിച്ചു. പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത ചടങ്ങിൽ 25 വർഷം പൂർത്തിയാക്കിയ നഴ്സുമാരെയും നഴ്സസ് ഇൻചാർജസിനെയും നഴ്സിംഗ് എക്സലൻസ് അവാർഡുകൾ നൽകി ആദരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് പുറത്തിറക്കിയ സ്മരണികയുടെ പ്രകാശനം കൺവീനറായ സോബിൻ തോമസിന്റെ സാന്നിധ്യത്തിൽ പ്രസിഡന്റ് സിറിൽ ബി മാത്യു സുരേഷ് കെപിക്ക് നൽകി നിർവഹിച്ചു. ട്രഷറർ സുമി ജോൺ നന്ദി പറഞ്ഞു. തുടർന്ന് പ്രഗത്ഭരായ കലാകാരന്മാർ അണിനിരന്ന സംഗീത നിശയും അരങ്ങേറി.